എല്ലാവർക്കും നമസ്കാരം. വോക്ക് വിത്ത് ഡോക്ടേഴ്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു മെഡിക്കൽ വീഡിയോ ആണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുറേ പേര് സംശയം ചോദിക്കുന്ന ഒരു വിഷയമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ ക്ലിനിക്കിൽ എത്തുമ്പോഴത്തേക്ക് ചോദിക്കുന്ന കാര്യം, ഡോക്ടറെ ഇപ്പോൾ 5 മാസമായി, എല്ലാവരും പറയുന്നു വയറ് തീരെയില്ല, എൻ്റെ ആദ്യത്തെ ഇതിനെക്കാട്ടി വയറുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ എൻ്റെ കസിന് ഇപ്പോൾ 4 മാസമേ ആയുള്ളൂ, അവൾക്ക് എന്നെക്കാട്ടി വയറുണ്ട്. ഇത് ചോദിക്കാത്തൊരു ഗർഭിണിയില്ലെന്ന് ഞാൻ തോന്നുന്നു. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം അതിൻ്റെ ഫാക്ട്സിലോട്ട് ആണ് ഈ വീഡിയോയിലോട്ട് പോകുന്നത്. അപ്പം അതിൽ എത്രമാത്രം സത്യമുണ്ട്, അത് പ്രശ്നമുള്ളതാണോ, പേടിക്കേണ്ടതുണ്ടോ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു എക്സാമിനേഷനോട്ട് പോകാം. 5-ാം മാസം എത്ര വയറ് വേണം, അല്ലെങ്കിൽ 7-ാം മാസം എത്ര വയറ് വേണം. അപ്പോൾ നമ്മളൊരു സുഹൃത്തുണ്ട് ഇത് നമ്മളെ സഹായിക്കാൻ. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ ആദ്യം നന്ദി പറഞ്ഞുകൊള്ളട്ടെ, കാരണം എല്ലാവരും സമ്മതിക്കില്ലല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ ആദ്യം തന്നെ നന്ദി പറയട്ടെ. ഞാൻ പേര് പറയുന്നില്ല. നമുക്കപ്പം എങ്ങനെ നോക്കാമെന്ന് പറയാം. നമുക്ക് നോക്കാം. ഇദ്ദേഹത്തിനിപ്പം എത്ര മാസമായെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് ലാസ്റ്റ് നമുക്ക് നോക്കാം എത്ര മാസമായത്. അപ്പം നമ്മളെപ്പോഴും വയറ് ഒരു 3 മാസം ആകുമ്പോൾ ഈ ഇടുപ്പൽ, ഇതിന് സിംഫൈസിസ് ക്യൂട്ടിസ് എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു എല്ല് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ആ എല്ലിൻ്റെ അവിടുന്ന് പുറത്തോട്ട് ഗർഭപാത്രം വരുന്നത് 3 മാസം കഴിയുന്നതാണ്. അപ്പം 3 മാസം ആകുമ്പോഴത്തേക്ക് ഈ ഇടുപ്പലിൻ്റെ തൊട്ട് പുറത്തോട്ട് വരും. അപ്പോൾ 3 മാസം വരെ വയറുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വയറല്ല, അത് വെറും കുടവയറ് മാത്രമാണ്, കുട്ടിയുടെ അല്ല എന്നുള്ളതാണ്. ഒരു 4 മാസം ആകുമ്പോൾ നമ്മൾ ഈ ക്യൂബിക് സിംഫൈസിസ്, അതായത് ഈ എല്ലിൽ നിന്ന് ഒരു 3 വിരൽ അല്ലെങ്കിൽ ഈ പൊക്കിളിൻ്റെയും നമ്മുടെ ഈ ക്യൂബിക് സിംഫൈസിസ് ഇവിടുത്തെ എല്ലിൻ്റെയും നടുക്കായിട്ട്, അപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ടാണ് ഒരു 4 മാസം, അതായത് 16 ആഴ്ചയാകുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടം വരെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കി ഇവിടം വരെ ഈ ഗർഭപാത്രം കിട്ടുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ കുട്ടിക്ക് 4 മാസമായിരുന്നാണ്. ഒരു 20 ആഴ്ച അല്ലെങ്കിൽ 22 ആഴ്ച, 20 ആഴ്ച 5 മാസം. 5 മാസം ആകുമ്പോൾ നമുക്ക് എവിടെ കിട്ടുന്നത്, ഈ പൊക്കിളിൽ നിന്ന് ഒരു വിരൽ താഴെ, നമുക്ക് 2 സെന്റിമീറ്ററോളം പൊക്കിളിൽ നിന്ന് താഴെയാണ് നമുക്ക് 5-ാം മാസം കിട്ടുന്നത്. അപ്പോൾ 5-ാം മാസം വയർ ഇവിടം വരെയോ നിങ്ങൾ ആലോചിക്കണം. 5-ാം മാസം ജസ്റ്റ് പൊക്കിളിൻ്റെ താഴെ നിൽക്കുന്നത്. 5-ാം മാസം വലിയ വയർ വേണ്ട ആവശ്യമില്ല. അപ്പോൾ 6-ാം മാസം ഒരു 24 ആഴ്ച ഒക്കെ ആകുമ്പോഴത്തേക്ക് പൊക്കിളിൽ നിന്ന് 1 സെന്റിമീറ്റർ മുകളിൽ കിട്ടും. 24 ആഴ്ച 1 സെന്റിമീറ്റർ അല്ല, 2 സെന്റിമീറ്റർ, ഒരു വിരൽ മുകളിൽ. 28 ആഴ്ച 7-ാം മാസമൊക്കെ ആകുമ്പോൾ 28 ആഴ്ചയാകുമ്പോൾ പൊക്കിളിൽ നിന്ന് 3 വിരൽ മുകളിൽ പൊക്കിളിൽ. അപ്പോൾ ഇവിടം വരെയൊക്കെ ആകുമ്പോൾ ഒരു 7-ാം ആഴ്ചയിലോട്ട് വരും. പിന്നെ നമുക്ക് ഇനി കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു 32 ആഴ്ചയാകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഇവിടത്തുള്ള എല്ലിൽ നിന്ന്, ഈ ഭാഗത്തുള്ള എല്ലിൽ നിന്നും ഇതിൻ്റെ ഒരു ഏകദേശം നടുക്കായിട്ട് ഈ എല്ലിൽ നിന്ന് ഒരു 3 സെന്റിമീറ്ററോ 3 വിരലോളം താഴെ ഇവിടം വരെയാകുമ്പോൾ 32 ആഴ്ച. 8-ാം മാസം 6-ാം മാസമാകുമ്പോൾ, അല്ല 9-ാം മാസമാകുമ്പോൾ, അതായത് 36 ആഴ്ചയാകുമ്പോൾ ഏകദേശം ഈ എല്ലിൽ നിന്ന് ഒരു 2 സെന്റിമീറ്റർ താഴെ, അതായത് അദ്ദേഹം ഇവിടം വരെ ഉണ്ട്, അയാളുടെ ഗർഭപാത്രം ഇവിടം വരെ, അതായത് ആ ഇവിടുത്തെ എല്ലിൽ നിന്ന് ഒരു 2 സെന്റിമീറ്റർ താഴെ വരെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് അത്രയും 36 ആഴ്ചയായിരുന്നാണ്. 36 ആഴ്ച 9-ാം മാസമായിരുന്നാണ്. ഇനി നമുക്ക് അങ്ങോട്ട് പോകുന്നതനുസരിച്ച്, അതായത് 36-ലല്ലോ പ്രശ്നം, 40 ആഴ്ചയാകുമ്പോഴാണ് നമ്മൾ ഡേറ്റ് എന്ന് പറയുന്നത്. 40 ആഴ്ചയാകുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടം വരെയുള്ള ആ വയർ, അതായത് ഈ ഇവിടത്തുള്ള എല്ലിൽ നിന്ന് 2 സെന്റിമീറ്റർ മാത്രം താഴെ വരെ ഉള്ള ഗർഭപാത്രം കുറച്ചുകൂടെ താഴാൻ തുടങ്ങും. അതായത് ഒരു 38, 39, 40 ആഴ്ചയാകുമ്പോൾ നമ്മുടെ ഈ കുഞ്ഞിൻ്റെ തല ഇടുപ്പലിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി മിക്കവർക്കും, അതിനെയാണ് ലൈറ്റ്നിങ് എന്ന് പറയുന്നത്. അപ്പോൾ അമ്മയ്ക്ക് തന്നെ ഒരു എന്തോ താഴോട്ടുള്ള ഫീലിംഗ്, പഴയ ആൾക്കാർ പറയും വയർ ഇടിയുക എന്നൊക്കെ പറയും. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കുഞ്ഞ് ഈ ഇടുപ്പലിനോട്ട് ഇറങ്ങി. അപ്പോൾ എനിക്ക് ഒരു 2 ആഴ്ചയും കൂടെ കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു എന്തോ താഴോട്ട് വരുന്നൊരു ഫീലിംഗ് പോലെ തോന്നി, വയറിച്ച് താഴ്ന്നതുപോലെ തോന്നി. അതുകൊണ്ടാണ് 38 ആഴ്ചയാകുമ്പോൾ ഇവിടം വരെ കാണുന്നത്. 2 ആഴ്ചയും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു 3 വിരലും കൂടെ തൊട്ട് താഴെയായിരിക്കും, അതായത് ഒരു 6 സെന്റിമീറ്റർ ഇവിടുന്ന് ഒരു 6 സെന്റിമീറ്ററോളം താഴെയായിരിക്കും വയർ വരുന്നത്.
ഇതാണ് നമ്മുടെ അബ്ഡോമൻ എക്സാമിനേഷനെ കുറിച്ച് ഫണ്ടൽ ഹൈറ്റ് എന്നല്ല പറയുന്നത്. ഫണ്ടൽ ഹൈറ്റിനെ കുറിച്ച് പറയാനുള്ളത്. എന്തായാലും വീണ്ടും ഒരു നന്ദിയും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തിന് നമുക്ക് ഡാറ്റ പറഞ്ഞു വിടാം. ശരി, അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ അല്ലേ, നമ്മൾ ആ എവിടം വരെയാണ് ആ വയറ് വേണ്ടത് എന്നുള്ള ഒരു ഐഡിയ കിട്ടി കാണും. അപ്പം ജസ്റ്റ് നമ്മളൊന്ന് ലഘുവായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറയും 3-ാം മാസം വരെ വയറ് കാണേണ്ട ഒരു ആവശ്യമില്ല. കാരണം അത് ഇടുപ്പല്ലിൻ്റെ ഉള്ളിലാണ് നമ്മുടെ യൂട്രസ് ഇരിക്കുന്നത്. 3 മാസം കഴിയുമ്പോഴാണ് ഇടുപ്പല്ലിൻ്റെ പുറത്തോട്ട് ഗർഭപാത്രം എത്തുന്നത്. ഒരു 4 മാസമൊക്കെ ആകുമ്പോൾ, അതായത് 16 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പൊക്കിളിൻ്റെയും നമ്മുടെ നാഭി എല്ലിൻ്റെയും നടുഭാഗത്തായിട്ട്, അതായത് പൊക്കിളിൽ നിന്ന് ഏകദേശം ഒരു 4 ഫിംഗർ ബ്രെത്ത് താഴെ ആയിരിക്കും ഗർഭപാത്രം കാണുന്നത്. ഒരു 5 മാസം ആകുമ്പോൾ പൊക്കിളിൻ്റെ തൊട്ട് താഴെ വരെ ഗർഭപാത്രം കാണും. പൊക്കിളിൻ്റെ തൊട്ട് താഴെ നിങ്ങൾ ഊഹിക്കണം, വളരെ അടിവയറ്റിലാണ് 5 മാസത്തിലുള്ളത്. 6 മാസം ആകുമ്പോഴത്തേക്ക് പൊക്കിളിൻ്റെ തൊട്ട് മുകളിൽ കാണുകയും 7-ാം മാസം അതിനെക്കാട്ടി കുറച്ചുകൂടെ മുകളിലും ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലെ നമുക്ക് അറിയാൻ സാധിക്കും. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ 9-ാം മാസം ആകുമ്പോഴത്തേക്ക്, അതായത് 36, അതാണ് ഈ പണ്ടത്തെ ആൾക്കാർ വയറിടിയുക എന്ന് പറയുന്നത് അല്ലേ. 9-ാം മാസം വരെ നല്ല വയറ് കാണും. 36 ആഴ്ച കഴിയുമ്പോഴത്തേക്ക്, 9-ാം മാസം 36 കഴിഞ്ഞ് ടേമിലോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു വയറൊന്ന് താന്ന ഒരു ഫീലിങ്ങും, ചിലപ്പോൾ ഒരു ഫ്ലാങ്സ്, നമ്മുടെ സൈഡ് ഭാഗം നിറഞ്ഞൊരു ഫീലിങ്ങും, താഴോട്ട് എന്തോ വന്നിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ ഗർഭിണികൾക്ക് ഉണ്ടാവാറുണ്ട്. അതിനെയാണ് ലൈറ്റ്നിങ്, ഞാൻ നേരത്തെ പറഞ്ഞ ലൈറ്റ്നിങ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് വയറിൻ്റെ. ഇതിൽ എല്ലാ കേസിലും ഇങ്ങനെയാണോ? അപ്പോൾ എന്തുകൊണ്ടാണ് ചിലവർക്ക് വയറ് കൂടുതലും? ഒന്ന്, അവരുടെ നേരത്തെയുള്ള വയറ് തന്നെ, അബ്ഡോമിനൽ ഫാറ്റ് തന്നെ കൂടുതലായിട്ട് ഉള്ളത് കാരണം അവർക്കൊരു വയറ് നേരത്തെ തന്നെ തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ചിലവർക്ക് വയറ് തീരെ കാണും, മെലിഞ്ഞ കുട്ടികൾ കാണും, നല്ലതെന്ന് പറഞ്ഞാൽ ഫാറ്റ് തീരെ ഇല്ലാത്ത കുട്ടികളാണ്. അവർക്ക് 6-ാം മാസം ആയാലും ഞാൻ ഈ പറഞ്ഞ ആ ലെവലിൽ മാത്രമേ വയറ് കാണത്തുള്ളൂ. പക്ഷേ ചിലർക്ക് ഓൾറെഡി നല്ല വയറുള്ള ആൾക്കാർ, അവരിൽ 3-ാം മാസം തന്നെ പറയും ഡോക്ടർ ഇപ്പോൾ നല്ല വയറൊക്കെ ആയി എന്ന് പറയും. അത് ആക്ച്വലി അബ്ഡോമിനൽ ഫാറ്റാണ്, ഗർഭപാത്രമുള്ള യൂട്രസ് അല്ല. പിന്നെ അറിയേണ്ട കാര്യങ്ങൾ, എപ്പോഴൊക്കെയായിരിക്കും നമ്മൾ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സിൻ്റെ മുകളിലോട്ട് പോകുന്നത്? അതായത് 5-ാം മാസം തന്നെ ഒരു 7-ാം മാസത്തെ വയറ്, അല്ലെങ്കിൽ 5-ാം മാസം തന്നെ ഒരു 6-ാം മാസത്തെ വയറ് നമ്മൾ സസ്പെക്റ്റ് ചെയ്യുമ്പം എന്താണ്? ഞാൻ ചിലവരുടെ വയറ് കണ്ടിട്ട് ഇങ്ങനെ, എന്നെ കാണുന്ന പേഷ്യൻസ് അറിയാം, കുറച്ച് വളർച്ച കൂടുതലുണ്ടല്ലോ അല്ലെങ്കിൽ വളർച്ച കുറവാണല്ലോ എന്നൊക്കെ ഞാൻ കമൻറ്റ് ചെയ്യാറുണ്ട്. അതെപ്പോഴാണ്? ഒന്ന്, ഈ പറഞ്ഞ പോലെ വളർച്ച, ഗ്രോത്ത് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ 5-ാം മാസം തന്നെ 6-ാം മാസം വയറ് കാണും. ഗ്രോത്ത് കൂടുതലുമ്പോൾ നമ്മൾ ആദ്യം സസ്പെക്റ്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ പേഷ്യൻസ് അറിയാം, ഷുഗർ അല്ലേ. ഷുഗർ, നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കരുതെന്ന് ഞാൻ പറയും. കൂടുതൽ നെയ്യ് കലർന്ന കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിവതും ഒഴിവാക്കാൻ ഞാൻ പറയും. അപ്പം നമ്മൾ ഒന്ന് അത്, 2 ഷുഗർ ഉണ്ടെങ്കിൽ, ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിക്ക് ഗ്രോത്ത് കൂടാനും വയറ് കുറച്ചും കൂടെ കൂടുതൽ കാണാനും സാധ്യതയുണ്ട്. കുഞ്ഞിനുള്ള വെള്ളം കൂടുതലാണെങ്കിൽ, പല കാരണങ്ങളുണ്ട്, അതൊക്കെ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യണം. വെള്ളം കൂടുതലാണെങ്കിൽ വയറ് കൂടുതലായിട്ട് കാണാം. ഇരട്ടക്കുട്ടികളാണെങ്കിൽ വയറ് ചിലപ്പോൾ 4-ാം മാസം തന്നെ 5-6-ാം മാസത്തെ വയറ് കാണാം, ഇരട്ടക്കുട്ടികളാണെങ്കിൽ കാണാം. പിന്നെ മുഴ, ഫൈബ്രോയിഡ് തുടങ്ങിയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ വയറ് കൂടുതൽ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. വയറ് കുറച്ചപ്പോഴാണ് കാണുന്നത്, അതായത് 8-ാം മാസം 7-ാം മാസത്തിലെ വയറ്. ഏറ്റവും പ്രധാനം നമ്മൾ സംശയിക്കേണ്ടത്, ഒന്ന് കറക്റ്റായിട്ടാണോ നോക്കിയെന്നുള്ളത്, 2 വളർച്ചക്കുറവ് നമ്മൾ എപ്പോഴും നോക്കണം. പല കാരണങ്ങൾ കൊണ്ട്, പ്രഷർ കാരണം ഉണ്ടാവാം, അല്ലാതെ തന്നെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ട്, ഇതൊന്നും അറിഞ്ഞുകൂടാതെ തന്നെ ഇഡിയോപ്പതിക്കായിട്ട്, കാരണം ഒന്നും അറിഞ്ഞുകൂടാതെ തന്നെ പ്ലാസൻ്റൽ ഇൻസഫിഷ്യൻസി മൂലം, അതായത് മറുപിള്ളയുടെ പ്രവർത്തനം കറക്റ്റായിട്ട് നടക്കാത്തത് മൂലം നമുക്ക് വളർച്ചക്കുറവുണ്ട്. അപ്പോൾ വളർച്ചക്കുറവ് ഉണ്ടോ ഇല്ലയോ നോക്കുക. പിന്നെ കുഞ്ഞ് ചരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ, അത് നേരെ കിടക്കണ്ടേ, ലോഞ്ചിറ്റ്യൂണലായി കുഞ്ഞെങ്ങനെ കിടക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തലതാഴിയും പൃഷ്ഠഭാഗം മുകളിലും. പക്ഷേ കുഞ്ഞ് ചരിഞ്ഞ് കിടക്കുകയാണ്, സൈഡിലോട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് വയറത്രയും തോന്നുന്നില്ല. സ്വാഭാവികമല്ലേ, അന്ന് കുഞ്ഞ് നേരെ കിടക്കുന്നതും ചരിഞ്ഞ് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വയറ് താന്നിരിക്കുന്ന നമുക്ക് തോന്നും. ട്രാൻസ്വേഴ്സ് ലൈ എന്നൊക്കെയാണ് അതിന് പറയുന്നത്, ലൈ മാറിക്കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻ, അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഞാൻ നോക്കുന്ന ഗ്രോത്ത് കുറവാണോ, അല്ലെങ്കിൽ ലൈ കറക്റ്റാണോ, കിടക്കുന്ന പൊസിഷൻ കറക്റ്റാണോ, ഡേറ്റ് കറക്റ്റാണോ, ഡേറ്റ് കറസ്പോണ്ട്. ചിലപ്പോൾ ഡേറ്റ് തെറ്റായിരിക്കും, ഡേറ്റ് തെറ്റാണെങ്കിലും നമുക്ക് തെറ്റായ റിസൾട്ട് അല്ലേ. അപ്പോൾ ചിലപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത്, ഞാൻ എപ്പോഴും ആദ്യത്തെ സ്കാനുമായിട്ട് എടുത്ത് നോക്കുക ചെയ്യുന്നത്, ഗ്രോത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആദ്യത്തെ സ്കാൻ കറസ്പോണ്ടിങ് ആണോ അല്ലയോ. ഈ ഡേറ്റിനും എപ്പോഴും എല്ലാവരും ചോദിക്കും ഡോക്ടർ 8-ാം മാസത്തെ ഡേറ്റ്, ഇതിൽ ഇപ്പോൾ 30 കിടക്കുന്നത്, 5-ാം മാസത്തിൽ 27 കിടക്കുന്നത്. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡേറ്റ് ആദ്യം തന്നെ കൺഫേം ചെയ്യും. ആദ്യത്തെ 2-ാമത്തെ അല്ലെങ്കിൽ 9 ആഴ്ച സ്കാൻ അല്ലെങ്കിൽ ഒരു 12 ആഴ്ച സ്കാനിൽ നമ്മൾ ഡേറ്റ് അപ്പം തന്നെ കൺഫേം ചെയ്യും, ഇതാണ് തന്നെ ഡേറ്റ്. പിന്നെ അതിൽ നിന്നുള്ള വ്യതിചലനങ്ങൾ ഒന്നുകിൽ ഗ്രോത്ത് കൂടിയതോ ഗ്രോത്ത് കുറഞ്ഞതോ കൊണ്ടോ ആയിരിക്കാം. ചെറിയ വ്യതിയാനങ്ങളല്ല ഞാൻ പറയുന്നത്, 2 ആഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ചയ്ക്ക് മുകളിലൊക്കെയുള്ള വ്യതിയാനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ദയവ് ചെയ്ത്
ഈ കാര്യങ്ങൾ എന്താണ് അവളെ പറഞ്ഞ് വിഷമിപ്പിക്കാതിരിക്കുക, നിനക്ക് വയറില്ല എന്ന് പറഞ്ഞിട്ട്. വയറ് കുറച്ച് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറിനോട് പറയുക. ഡോക്ടർ നോക്കിയിട്ട് അദ്ദേഹം പറയട്ടെ, അത് അല്ലെങ്കിൽ ആ ഡോക്ടർ പറയട്ടെ കുറവാണോ കൂടുതലാണോ എന്നുള്ളത്. കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച്. നമുക്ക് ഇനിയും ഒരു മെഡിക്കലോ കൃഷിയോ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു.